الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മക്കയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി എല്ലാ ഹാജിമാർക്കും ഹജ്ജ് നിർവഹിക്കുവാനുള്ള അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. ഹജ്ജ് നടക്കുന്നത് മക്കയിലാണല്ലോ. മക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. കഴിഞ്ഞ ഖുത്ബകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ പല വശങ്ങളും നാം വിശദീകരിക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ, ദുആകൾ നാം പഠിക്കുകയുണ്ടായി. ഇന്നിവിടെ വിശദീകരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശമാണ്. മഹാപ്രവാചകനായ, പ്രവാചകന്മാരുടെ പിതാവായ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം എന്തായിരുന്നു? എല്ലാ പ്രവാചകന്മാരുടെയും ഒന്നാമത്തെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഇബാദത്തിന് യോഗ്യതയുള്ളവനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. ഇബാദത്തെന്ന് പറഞ്ഞാൽ ആരാധനയെന്നാണ് അർത്ഥം. ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. ആരോട് പ്രാർത്ഥിക്കുന്നുവോ, ആരെ വിളിച്ചു തേടുന്നുവോ, ആ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിളിച്ചു തേടപ്പെടുന്ന ആളാണ് ഇലാഹ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരും ജനങ്ങളിലേക്ക് വന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. സൂറത്തു നഹ്ലിലെ 36-ാമത്തെ ആയത്ത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലും എല്ലാ സമൂഹങ്ങളിലേക്കും നാം പ്രവാചകരെ അയച്ചിട്ടുണ്ട്. അൻഉബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്,
അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ വെടിയുക എന്ന ദൗത്യവുമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. സൂറത്തുൽ അംബിയായിൽ 25-ാമത്തെ ആയത്തിൽ ഈ കാര്യം ഇങ്ങനെ പറയുന്നു: വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, താങ്കളുടെ മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, നാം ആ പ്രവാചകനിലേക്ക് വഹി നൽകിയിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട്, അതുകൊണ്ട് ഫഅ്ബുദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കുക എന്ന്. ഇത് സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ആയത്താണ്. ഈ 2 ആയത്തിലും പറയുന്നത് മുൻ പ്രവാചകന്മാർ വന്നുകൊണ്ട് ജനങ്ങളോട്, സമുദായങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വിഗ്രഹാരാധന ഏറെ പ്രചരിച്ച കാലമായിരുന്നു. തന്റെ കുടുംബക്കാർ, തന്റെ നാട്ടുകാർ, ആ നാട്ടിന്റെ ഭരണാധികാരി എല്ലാവരും വിഗ്രഹാരാധകരായിരുന്നു, അതിന്റെ പ്രചാരകരായിരുന്നു. തന്റെ പിതാവായ ആസറും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് നൽകുകയും വിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഈ ഒരു സമൂഹത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. സ്വാഭാവികമായും പിതാവിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, ഭരണാധികാരിയിൽ നിന്നുമൊക്കെ ഇതിന് എതിർപ്പുണ്ടാകും എന്നത് ഉറപ്പാണ്. ആ എതിർപ്പുകളെ എങ്ങനെയാണ് തരണം ചെയ്തത്, എന്നിട്ട് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ജനങ്ങൾക്ക് നൽകിയത് എന്നും നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞു, അതത്തഖിദു അസ്നാമൻ ആലിഹ, നീ വിഗ്രഹങ്ങളെ ആരാധ്യ വസ്തുക്കളാക്കി ഉണ്ടാക്കുകയാണോ? ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ, ഞാൻ താങ്കളെയും താങ്കളുടെ സമൂഹത്തെയും ഖൗമിനെയും വളരെ വ്യക്തമായ വഴികേടിലായി ഞാൻ കാണുന്നു എന്ന്. വിഗ്രഹങ്ങളുണ്ടാക്കി ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് വഴികേട് എന്ന് പറഞ്ഞത്. കാരണം എന്താ? ന്യായം വേണമല്ലോ. ആരെ ആരാധിക്കുന്നുവോ അതിനൊരു ന്യായം വേണം. ആ ന്യായമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമൂഹത്തോടും പറഞ്ഞത്. ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാന, നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ബിംബങ്ങളെ ആരാധിക്കുന്നു. വതഖ്ലുഖൂന ഇഫ്ക, നിങ്ങൾ സത്യസന്ധമല്ലാതെ, അതായത് ഒരു ന്യായവുമില്ലാതെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങൾക്ക് അവർ ഒരു റിസ്ഖും ഉടമപ്പെടുത്തിയിട്ടില്ല. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ആഹാരം എന്നാണ് അർത്ഥം. പിന്നെ അള്ളാഹു നൽകുന്ന എല്ലാ ഉപജീവനവും, എല്ലാ അനുഗ്രഹവും റിസ്ഖ് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് അർ-റസാഖ് എന്ന് പറയുന്നത് അന്നം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ, അനുഗ്രഹം ചൊരിയുന്നവൻ, റസാഖ്, അള്ളാഹു റസാഖാണ്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കളൊന്നും നിങ്ങൾക്ക് റിസ്ഖിനെ ഉടമപ്പെടുത്തിയിട്ടില്ല, റിസ്ഖ് തരുന്നില്ല, ഭക്ഷണം തരുന്നില്ല, ഒരു ഉപജീവനവും തരുന്നില്ല, നിങ്ങൾക്കൊരനുഗ്രഹവും ഈ ആരാധ്യ വസ്തുക്കൾ തരുന്നില്ലല്ലോ. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനോട് റിസ്ഖിനെ ആവശ്യപ്പെടുക. നിങ്ങൾക്ക് ഭക്ഷണം വേണം, നിങ്ങൾക്ക് ആഹാരം,
നിങ്ങൾക്ക് ഉപജീവനം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം, എല്ലാറ്റിനും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. വഅബ്ദൂ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വഷ്കുറൂ ലഹു, അള്ളാഹുവിന് നന്ദി കാണിക്കുക. ഇലൈഹി തുർജഊൻ, നിങ്ങൾ തിരിച്ചു പോകുന്നത് അള്ളാഹുവിലേക്കാണ്. ഇത് വളരെ കൃത്യമായ നമ്മുടെ ഈമാനാണ് പറയുന്നത്. നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന, ആഹാരവും മറ്റെല്ലാ വസ്തുക്കളും നൽകുന്ന അള്ളാഹുവിനോട് ചോദിക്കുവീൻ. നിങ്ങൾ ആ അള്ളാഹുവിന് നന്ദി പറയുവീൻ. നിങ്ങൾ തിരിച്ചു പോകാനുള്ളത് ആ അള്ളാഹുവിലേക്കാണ്. അപ്പൊ ആരാണ് ഭക്ഷണം തരുന്നത്? ആരാണ് അനുഗ്രഹങ്ങൾ തരുന്നത്? ആരാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്? അവനാണ് ഇബാദത്ത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് അത് വിശദീകരിച്ചു കൊടുത്തു. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം, അള്ളാഹു പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അവർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വൃത്താന്തം, വർത്തമാനം പറഞ്ഞു കൊടുക്കുക. ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി, അദ്ദേഹം തന്റെ പിതാവിനോടും കൗമിനോടും സമുദായത്തോടും ചോദിച്ചു, പറഞ്ഞു, എന്താണ് മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഖാലൂ നഅബുദു അസ്നാമൻ ഫനവല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങൾ ആ വിഗ്രഹങ്ങൾക്ക് ഭജനമിരിക്കുകയും ചെയ്യുന്നു. അപ്പോ മറുപടി കൃത്യമാണ്, നിങ്ങൾ ആരെ ആരാധിക്കുന്നു? ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ഖാല, വളരെ പ്രധാനമാണ്, ഹൽ യസ്മഊനകും ഇദ് തദഊൻ, നിങ്ങൾ ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം അവർ ചെയ്യുമോ അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുമോ? നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലേ അവയെ ആരാധിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ന്യായം അതാണ്. അപ്പൊ അവര് പറഞ്ഞു, ഖാലൂ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേൾക്കോ, കാണോ, സഹായിക്കോ, ഉപദ്രവിക്കോ എന്നൊന്നും അങ്ങനെ ഒരു അന്വേഷണമോ ഒരാലോചനയില്ല. ഞങ്ങളെ പിതാക്കന്മാർ വാപ്പയും വല്യാപ്പയും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്നാണ് അവരതിന് മറുപടി പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ നോക്കൂ. അൻതും വ ആബാഉകുമുൽ അവ്വലൂൻ, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളായ ആദ്യം മുതലേയുള്ള നിങ്ങളുടെ പിതാക്കന്മാരും ആരാധിക്കുന്ന വസ്തുക്കളെ. അവ ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബുൽ ആലമീൻ, അവരൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശത്രുക്കളാണ്, റബ്ബുൽ ആലമീൻ ഒഴികെ, അള്ളാഹു ഒഴികെ. എന്താ ശത്രുതയ്ക്ക് കാരണം? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളും അതിന്റെ ആളുകളും എന്റെ ശത്രുക്കളാകും. ആ റബ്ബുൽ ആലമീൻ ആര് എന്ന് പിന്നെ പറഞ്ഞു. റബ്ബുൽ ആലമീൻ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, റബ്ബുൽ ആലമീൻ അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചവനായ റബ്ബുൽ ആലമീൻ, ഫഹുവ യഹ്ദീൻ, എനിക്ക് മാർഗദർശനം നൽകുന്ന റബ്ബുൽ ആലമീൻ. അപ്പൊ എന്നെ സൃഷ്ടിച്ചു, എനിക്ക് മാർഗദർശനം നൽകുകയും ചെയ്തു. വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്ന റബ്ബുൽ ആലമീൻ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അത് സുഖപ്പെടുത്തിത്തരുന്ന റബ്ബുൽ ആലമീൻ. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുകയും പിന്നെ എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനായ റബ്ബുൽ ആലമീൻ. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, വിചാരണ ദിവസം എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് ആര് പുറത്തു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ ആ റബ്ബുൽ ആലമീൻ. ഇതൊക്കെയാണ് ഈ റബ്ബുൽ ആലമീനായ അള്ളാഹു ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, സൃഷ്ടിപ്പ്. അള്ളാഹു അല്ലാതെ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ?
അല്ലദീ ഖലഖനി. രണ്ടാമത്തേത് ഫഹുവ യഹ്ദീൻ, മാർഗദർശനം നൽകുന്നതാരാ, നല്ല വഴി കാണിച്ചു തരുന്നതാരാ, സിറാത്തുൽ മുസ്തഖീമിൽ നമ്മെ നടത്തുന്നതാരാ, റബ്ബുൽ ആലമീൻ. പിന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, ഭക്ഷണവും വെള്ളവും നൽകുന്നവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അല്ലാഹു റബ്ബുൽ ആലമീൻ. പിന്നെ പറഞ്ഞത് രോഗം വന്നാൽ ആ രോഗം സുഖപ്പെടുത്തി തരുന്നതാരാ, അതും റബ്ബുൽ ആലമീൻ. ഈ രോഗം വരുന്നത്, പട്ടിണിയാകുന്നതൊക്കെ ആളുകൾക്ക് പലരിലേക്കും നീങ്ങാൻ സാധ്യതയുള്ളതാണ്. ദാരിദ്ര്യം, പ്രയാസം, കഷ്ടപ്പാട്, രോഗം, ദുരിതം. അപ്പോഴാണ് ആളുകൾ അവിടെ പോയി നോക്കുക, ഇവിടെ പോയി പറയുക, അവിടേക്ക് നേർച്ച നേരുക, ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വഴി തെറ്റിപ്പോകുന്നത് പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും രോഗവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. അവിടെയൊക്കെ ഉറച്ചു നിൽക്കണം. റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ അല്ലാഹു, അവനാണ് ഭക്ഷണം തരിക, അവനാണ് വെള്ളം തരുന്നത്, അവനാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്, അവനാണ് രോഗം വന്നാൽ നമ്മെ സുഖപ്പെടുത്തുന്നത്, അവനാണ് നമ്മെ മരിപ്പിക്കുന്നത്, അവനാണ് വീണ്ടും നമ്മളെ ജീവിപ്പിക്കുന്നത്. പരലോകത്ത് പഠിച്ചവനെ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ പറയുന്നത് ആ അള്ളാഹുവിനോടാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശം, ഞാൻ ഈ പറഞ്ഞ ആയത്ത് സൂറത്ത് ശുഅറായിലെ ആയത്തുകളാണ്. 69 മുതൽക്കുള്ള 78 വരെ കൂടിയുള്ള ആയത്തുകളാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അഫ്ളലു ദിക്റാണല്ലോ. ദിക്റുകളിൽ ഏറ്റവും അഫ്ളലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. എന്തുകൊണ്ടായിരിക്കും അത്? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ വാക്കെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറയാനുള്ള കാരണം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ രക്ഷപ്പെടും. കാരണം പിന്നെ അവനിൽ ശിർക്ക് ഉണ്ടാവില്ല. അവിടെ പ്രാർത്ഥിക്കുക, ഇവരോട് പറയാ, അവരുടെ പുണ്യം തേടുക, അവിടേക്ക് തീർത്ഥാടനം, അള്ളാഹു അല്ലാത്ത ആളുകളുമായി അങ്ങനെ ഒരു ബന്ധവും അവനുണ്ടാവില്ല. അപ്പൊ രക്ഷപ്പെട്ടല്ലോ. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ശക്തിയിൽ മുന്നോട്ട് പോകുമല്ലോ. ഇതിന്റെ അവസാനം പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി, ഏത് വിഭാഗമാണ് സുരക്ഷിതത്വത്തിന് അർഹരായത് എന്ന്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ. സൂറത്തുൽ അൻആമിലെ 81 ആയത്തിലാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? രണ്ട് വിഭാഗങ്ങൾ. ഒരു വിഭാഗം അള്ളാഹുവിൽ ഈമാൻ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടി അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ആഗ്രഹിക്കുകയും അള്ളാഹു അല്ലാത്തവരെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം. ആർക്കാണ് സുരക്ഷിതത്വം? സുരക്ഷിതത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവന് ഈമാൻ, അള്ളാഹുവിന്റെ ഖദറിലും ഖലായിലുമുള്ള ഈമാൻ വലുതായിരിക്കും. നമ്മൾ പറയല്ലോ, ഈമാൻ കാര്യങ്ങളിൽ ഹൈറും ഷർറുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് അവന് മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച പോയാൽ ഒരു പേടിയില്ല. പൂച്ചന്റെ ഇര തേടിപ്പോകുന്നത് പോയിക്കോട്ടെ എന്നല്ലാതെ അവിടെ ഒന്ന് കാറ് നിർത്തുക, നടക്കുമ്പോൾ നിന്ന് പിറക്കിലേക്ക് വരിക, എന്നിട്ട് വേറെന്ത് ഒന്നുമില്ല. ആ പൂച്ചനെ പേടിച്ച് നടക്കേണ്ടയില്ല. 13 നമ്പർ കാറെടുക്കാൻ ആളില്ലാത്ത ഒരു പുരോഗമനം, ഉത്ബുദ്ധത, സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. എന്താ 13 നമ്പർ കാറിന്റെ പ്രശ്നം? അത് മോശമാണ് നമ്പർ. ശരി, 13 നമ്പറല്ലാത്ത ആളുകൾ, അല്ലാത്ത നമ്പർ എടുത്ത ആളുകളില്ലേ പലതും, 12 ഉണ്ട്, 10 ഉണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അവർക്കും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അവർക്കും രോഗം ഉണ്ടായിട്ടുണ്ട്, അവർക്കും പരാജയം ഉണ്ടായിട്ടുണ്ട്. അതാരോ പറഞ്ഞ് അങ്ങനെയാക്കി. ഒറ്റ നമ്പർ പാടില്ല. വേറൊന്ന്, ചില സ്ഥലങ്ങളിൽ വലിയ ഫ്ളാറ്റുകളിൽ, കെട്ടിടങ്ങളിൽ 12 കഴിഞ്ഞാൽ പിന്നെ 14 ഉള്ളൂ എന്നാ, 13 ഇല്ല. അപ്പോ 13 നമ്പറിൽ വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ കാത്തു നിൽക്കുന്ന ശൈത്താൻ വന്നാൽ 12 കഴിഞ്ഞ് 13 ഇല്ലല്ലോ, അപ്പൊ തിരിച്ചു പോവോ? അതല്ലെങ്കിൽ ചില ഫ്ലൈറ്റുകളിൽ 12 കഴിഞ്ഞാൽ 14 ആണത്രേ, ചിലയിടത്ത് 12 കഴിഞ്ഞാൽ 12A ആണത്രേ. ചില ഹോസ്പിറ്റലുകളിൽ പോലും റൂം, വാർഡ് 12 കഴിഞ്ഞാൽ 13 ഇല്ല, 12A അല്ലെ 14. എന്താ സംഗതി? ഈമാനിന്റെ കുറവ്. ഈമാനിന്റെ കുറവ് ഒരു മതത്തിലും അത് പറഞ്ഞിട്ടില്ല.
ഒരു വിശ്വാസത്തിലുമില്ല, ഒരു മതഗ്രന്ഥത്തിലുമില്ല, ഒരു കിതാബിലുമില്ല. എന്നാലും ആരോ പറഞ്ഞപ്പോ പേടി, പഠിച്ചോനെ ഞാനത് എടുത്താണ്ടെങ്കിൽ ആപത്ത് പറ്റുമോ എന്ന്. ശകുനം നോക്കുന്ന ആളുകൾ, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക, ഇറങ്ങി വരുമ്പോൾ ഒരാളെ കണ്ടു. അന്ന് അയാൾക്ക് ഈ ഇറങ്ങി വരുന്ന ആൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, ഇവനെ കണ്ടുകൊണ്ടാണ്. സാധു ആ പാവത്തിനെ കണ്ടതുകൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ നാളുകൾ കുറിച്ച് വാങ്ങുന്ന ആളുകൾ, കല്യാണം നടത്താൻ, കുടിയിരിക്കൽ നടത്താൻ, നിശ്ചയം നടത്താൻ, നിക്കാഹ് നടത്താൻ നല്ല ദിവസം. ഏതാ നല്ല ദിവസം? എല്ലാ ദിവസവും നല്ലതാണ്. രാവിലെ സുബഹി നമസ്കരിച്ച് ആരംഭിക്കുന്ന എല്ലാ ദിവസവും നല്ലതാണ്. എന്നാൽ സുബഹി നമസ്കരിക്കാത്ത മനുഷ്യന്മാർ പോയിട്ട് നല്ല ദിവസം ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ലാഹു തആല മനുഷ്യന് നൽകുന്ന ഗുണമായാലും ദോഷമായാലും അത് തടുക്കാൻ അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, അല്ലെ? ശത്രുദോഷം, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണം, സന്താനലാഭം, ഇവരുടെയൊക്കെ പരസ്യത്തിൽ കാണാം. അതിനിങ്ങോട്ട് വരിക, ഇവിടെ പ്രാർത്ഥിക്കുക, ഇങ്ങോട്ട് നേർച്ച ചെയ്യുക, ഇവിടെ പൈസ കൊടുക്കുക എന്നുണ്ട്. ആ പൈസ കൊടുക്കലാണ് അതിന്റെ പ്രധാനം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈമാൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച വിധത്തിലുള്ള ഈമാൻ, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, ഭക്ഷണം നൽകുന്നത്, മരിപ്പിക്കുന്നത്, വീണ്ടും ജീവിപ്പിക്കുന്നത് എന്ന ഈമാൻ ഉണ്ടെങ്കിൽ ഏത് വിഭാഗത്തിനാണ് സുരക്ഷിതത്വം? അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദുള്ള ആൾക്കായിരിക്കും സുരക്ഷിതത്വം എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ബലിപ്പെരുന്നാളാണ്, ദുൽഹിജ്ജ 10. പെരുന്നാൾ നമുക്ക് ആഘോഷമാണ്. 2 ആഘോഷങ്ങളാണ് മതപരമായി ഇസ്ലാമിലുള്ളത്. ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാൾ, ഈദുൽ ഫിത്ർ നമ്മുടെ ചെറിയ പെരുന്നാൾ. ഒന്ന് നോമ്പിന്റെ സാഹചര്യത്തിലാണ്, നോമ്പ് തീരുമ്പോൾ. മറ്റൊന്ന് ഹജ്ജിന്റെ പ്രവർത്തനത്തിന്റെ ഇടയിലാണ്. നോമ്പിനോടനുബന്ധിച്ച് ഈദുൽ ഫിത്റും ഹജ്ജിനോടനുബന്ധിച്ച് ഈദുൽ അദ്ഹയും. പെരുന്നാൾ ദിവസം നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. സന്തോഷം നൽകുന്ന വിധത്തിൽ നാം അന്ന് പെരുമാറേണ്ടതുമാണ്. ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ മാതാപിതാക്കളും സഹോദരങ്ങളും ഇണകളും മക്കളും പേരമക്കളും ഒക്കെ ആയി കഴിയുമ്പോൾ പെരുന്നാൾ ദിവസത്തിൽ മറ്റു ദിവസത്തെക്കാളേറെ സൗഹൃദവും അതുപോലെ ആഹ്ലാദവും സന്തോഷവും പങ്കുവെക്കാൻ സാധിക്കണം. അതിനാണ് നമ്മൾ അന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നത്, അന്ന് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അതൊക്കെ ആഘോഷത്തിന്റെ ഭാഗമാണ്. പെരുന്നാൾ ദിവസത്തിന്റെ ആരാധനയുടെ ഭാഗം തക്ബീറാണ്. തക്ബീർ അന്ന് മാത്രമല്ല, ഇപ്പോഴും നമുക്ക് തക്ബീർ ചൊല്ലാം. ദുൽഹജ്ജ് 1 മുതൽക്ക് തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീല്, തക്ബീർ ഇത് വർദ്ധിപ്പിക്കാൻ ഹദീസിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ധാരാളമായി ചൊല്ലാൻ. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറും ഈ 10 ദിവസം നമുക്ക് നമ്മുടെ വീട്ടിലും നമ്മുടെ കച്ചവട സ്ഥലങ്ങളിലും നമ്മൾ നടന്നു പോകുമ്പോഴും നമ്മുടെ വാഹനത്തിലും പള്ളിയിലും ഒക്കെ ധാരാളമായി ചൊല്ലാവുന്നതാണ്. എല്ലാ അമലുകളും ഈ 10 ദിവസം ഏറെ വിശിഷ്ടമാണ്. ഖുർആൻ ഓതലും സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കലും സുന്നത്ത് നോമ്പുകൾ എടുക്കലും ഒക്കെ. കൂട്ടത്തിൽ അറഫാ ദിനത്തിന്റെ നോമ്പ് വളരെ പ്രധാനമാണ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുദോഷങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ അറഫാ നോമ്പ് നോൽക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം എന്നുകൂടി ഓർപ്പിക്കുന്നു. പെരുന്നാൾ ദിവസത്തിൽ അല്ലാത്ത ദിവസം ഹറാമായ കാര്യങ്ങളൊന്നും പ്രത്യേകം ഹലാലാക്കിയിട്ടില്ല. ചില ആളുകളുടെ ജീവിതം കണ്ടാൽ അങ്ങനെ തോന്നും. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഇനി പോവല്ലേ, പോവാ എങ്ങോട്ട്? ടൂറിന് പോകാം, കുട്ടികളൊക്കെ ആയിട്ട് പോകാം. പക്ഷെ ആ ടൂറിലും നമ്മൾ ഹറാമുകൾ ചെയ്യരുത്. വക്തിന് നമസ്കരിക്കണം. ഹറാം ഹലാലുകൾ സൂക്ഷിക്കണ്ടേ, അതും സൂക്ഷിക്കണം. ആ നിലയിലായിരിക്കണം നാം മുന്നോട്ട് പോകുന്നത്. പെരുന്നാളിന്റെ ആഘോഷവും
പെരുന്നാളിന്റെ ആരാധനയും ആ പെരുന്നാൾ ദിനത്തിൽ പോലും ഹറാമും ഹലാലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ജീവിതവും നമുക്ക് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഈ വർഷം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് പള്ളികളിലാണ് നമ്മുടെ കോഴിക്കോട് സിറ്റിയിലുള്ള പെരുന്നാൾ നമസ്കാരം. ബീച്ചിൽ ഈദ്ഗാഹ് ഇല്ല. നമ്മുടെ പള്ളിയിൽ ഇവിടെ രാവിലെ 7:15 പെരുന്നാൾ നമസ്കാരം. 7:15 മുമ്പായി തന്നെ നേരത്തെ എത്തുക, പള്ളിയിൽ വന്നിരുന്ന് തക്ബീർ ചൊല്ലുക. സാധാരണ ഏത് നമസ്കാരത്തിനും പെരുന്നാൾ നമസ്കാരത്തിന് വരുമ്പോൾ ഒരു വഴിയിലൂടെ വരികയും മറ്റൊരു വഴിയിലൂടെ പോവുകയും ചെയ്യുക എന്നതും പെരുന്നാൾ നമസ്കാരത്തിന് വരുമ്പോഴുള്ള സുന്നത്താണ്. ആ വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ തക്ബീർ ചൊല്ലലും പ്രത്യേകമായി സുന്നത്താണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ ദുൽഹജ്ജ് 11, 12, 13 വരെയും തക്ബീർ ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നവരുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് തരണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗകര്യം ഒരുക്കിത്തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിടാൻ, തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ച് അറബ് പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്ഥിരാവസ്ഥയും യുദ്ധഭീഷണിയും നീക്കം ചെയ്ത് ഈ സമൂഹത്തെ രക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.